പ്രവർത്തിക്കാതെ നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട്, അവരുടെ സ്നേഹം കൊടുക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഇത് മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് താങ്ക്സ് മാത്രമല്ല, ഞാനങ്ങനെ താങ്ക്സ് ആയിട്ട് പറയുന്നില്ല, കാരണം അവൾ എന്റെ സ്വന്തമാണ്, അവൾക്ക് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. പകരം ഞാൻ എന്താ ചെയ്യണമെങ്കിൽ അടുത്ത് ചെല്ലും കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. നമസ്കാരം, നമ്മുടെ വനിതാ ദിന ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീ വർഗീസ് സാറാണ്. സാറ് നല്ലൊരു പിതാവും അതുപോലെ തന്നെ നല്ലൊരു കുടുംബനാഥനുമാണ്. ഒരു പ്രവാസിയായിരുന്നു, തിരിച്ചു നാട്ടിലെത്തി, ഇപ്പോൾ നല്ലൊരു കർഷകനായിട്ട് മുന്നോട്ട് പോകുന്നു. ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് സാറിൽ നിന്ന് തന്നെ കേട്ടറിയാം. നമസ്കാരം സർ, നമ്മുടെ ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. സാറിന്റെ കർമ്മപദം എന്ന് പറയുന്നത്, സാറ് പ്രവാസിയായിരുന്നു, അവിടെ ബിസിനസ് മേഖലകള് കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രവാസ ജീവിതത്തെ കുറിച്ച് സാറിന്റെ ഓർമ്മയിലുള്ളതൊന്ന് ഷെയർ ചെയ്യാമോ? ഞാന് ഇവിടുന്ന് 1976 ഗൾഫിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ പോയ ജോലിയൊന്നുമല്ല എനിക്ക് കിട്ടിയത്. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പോരാനുള്ള സംവിധാനം നടത്തി അവരോട് റിസൈൻ കൊടുത്തു. അവർ പറഞ്ഞു എന്നാ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ എനിക്കിപ്പോ കിട്ടിയേക്കുന്ന ജോലി ചെയ്യാനാണ് എന്റെ നാട്ടിൽ തന്നെ ചെയ്യാം, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അപ്പൊ അത് എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ എഴുതി തരാൻ പറഞ്ഞു. ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്നെ പുള്ളി എന്നെ ആ കമ്പനിയുടെ സൂപ്പർവൈസറായിട്ട്, ട്രാൻസ്പോർട്ട് സൂപ്പർവൈസറായിട്ട് നിയമിക്കുക. നമ്മളെയൊക്കെ കൂട്ടി തന്ന അന്നേരം തന്നെ ഞാൻ പിന്നെ അവിടെ അങ്ങനെ പുള്ളിയുടെ കൂട്ടത്തിൽ നിന്നു. ആ കമ്പനിയിൽ തന്നെ ഞാനൊരു 29 വർഷം നിന്നു. 29 വർഷം നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിഞ്ഞ് 29 വർഷം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പോരുന്നു. പോകുന്ന പറഞ്ഞാൽ എനിക്ക് വേറൊരു കമ്പനിയിൽ WJ ടൗൾ എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയിൽ എനിക്കൊരു ഓഫർ തന്നു. അതനുസരിച്ച് ഞാൻ റിസൈൻ ചെയ്തിട്ട് പോകുന്നു. അത് എങ്ങനെയോ അവരറിഞ്ഞിട്ട് പറഞ്ഞാൽ തന്നെ അവരുടെ ഓഫർ കട്ട് ചെയ്ത് എനിക്ക് തിരിച്ചിവിടെ വന്നപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പൊ ഞാനിവിടെ ബിസിനസ്സൊക്കെ ചെയ്തു തുടങ്ങി. വീണ്ടും ഇവിടെ തന്നെ അതെല്ലാം നഷ്ടത്തിലായിരുന്നു. നാട്ടുകാർ മുഴുവൻ കൊണ്ടുപോയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ ഞാനല്ല, എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചു പറഞ്ഞതുപോലെ പറയീസ് പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഉടനെ തന്നെ എൻ്റെ പഴയ സ്പോൺസർ എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം അയച്ചു തന്നു. തിരിച്ചെല്ലാം അപ്പോൾ എൻ്റെ പഴയ പൊസിഷനിൽ തന്നെ എന്നെ ഇരുത്തി. അങ്ങനെ അവിടെ കുറച്ച് നാളിലൊക്കെ നിന്ന് കഴിച്ച് ഞാൻ ബിസിനസ്സിലേക്ക് ചാടി. തുടങ്ങിയത് സൂപ്പർ മാർക്കറ്റായിരുന്നു. സൂപ്പർ മാർക്കറ്റ് ഒരെണ്ണം തുടങ്ങി, ഒരു ഇതൊക്കെ രക്ഷപ്പെട്ടു. അപ്പം മോനെ കൊണ്ടുപോയി കഴിഞ്ഞ് മോനെ അവിടെ ഒരെണ്ണം ചാർജ് ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഈ ഒമാനൈസേഷൻ വന്നത്. ഒമാനൈസേഷൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ് എല്ലാം മൂട്ടേണ്ടതായിട്ട് വന്നു. അങ്ങനെ മോനും ഞാനും വേറൊരു കമ്പനി, ഒരിക്കൽ പറയാം, എൻ്റെ മോനും ഞാനും വേറൊരു കമ്പനി ജോലി കയറി. ഞാൻ അപ്പോഴത്തേക്കൊരു മാർക്കറ്റിംഗ് റിസർച്ച് ഒരു ഇംഗ്ലീഷ് കമ്പനി കയറി. അങ്ങനെ അവിടെ ജോലി ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ മോന് അവിടെ തന്നെ സ്ഥിരം ജോലി കൊടുത്തവര്. അങ്ങനെ ഞങ്ങള് ഇങ്ങ് പോന്നു. പിന്നെ 2005 അവരുടെ നിയമം കർശനമായി. 2005 ഞാൻ തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. വന്നിട്ട് ഇവിടെ വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിന്നു. അന്ന് വീടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ മെയിൻ്റനൻസ് ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്ത് റിനോവേഷനൊക്കെ നടത്തി വീട്ടിൽ നിന്ന് മൂത്ത മോൻ വന്നു. അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവർ തിരിച്ചു പോയി. അങ്ങനെ ഞാൻ പിന്നെ ചുമ്മാ ഇരിക്കുന്ന സമയം കൊണ്ട് ഈ റബ്ബറിന്റെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ ഓരോ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഐഡിയ തോന്നി, മീൻ വളർത്താം. അങ്ങനെ ഞാൻ തന്നെത്താൻ ഒരു മീൻ കുളം വെട്ടി ഉണ്ടാക്കി അതിനകത്ത് പടുതായിട്ടിട്ട് ആ പടുതാക്കുളത്തില് മീൻ ഇവിടെ ആലപ്പുഴ പോയി മീൻ മേടിച്ചോണ്ട് വന്നു കുഞ്ഞുങ്ങളെ. അന്ന് ഇവിടെ ഒന്നും എല്ലായിടത്തും ഫേമസ് ഇതൊക്കെ കിട്ടത്തില്ല. ഞാൻ ആലപ്പുഴ പോയി മീൻ മേടിച്ചോണ്ട് വന്ന് കുഞ്ഞുങ്ങളെ സീഡ്സ് അതിനകത്ത് ഇട്ട് വളർത്തി. കുറെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എൻ്റെ ആ സിസ്റ്റം അല്ല, വേറൊരു ഇത് അക്വാപോണിക് എന്നും പറഞ്ഞൊരു സംവിധാനം തുടങ്ങി. അപ്പൊ അത് ഞാൻ നോക്കി, ഞാൻ അത് ചെയ്യാന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമാണ്. നമ്മളെ കൊണ്ട് കൂടത്തില്ലത്. ഞാൻ ഉടനെ തന്നെ അതിനെ സാധാരണ നിലയിലാക്കി അതിനകത്ത് തന്നെ മീൻ വളർത്താൻ തുടങ്ങി. ഇപ്പോൾ അങ്ങനെ 2 കുളം ഉണ്ട്. ഇതാ ഇട്ടേക്കുന്നത്, തിലോപ്പിയ ഇട്ടേക്കുന്നത്.
തിലോപ്പിയ മീൻ ഇപ്പോൾ വളരുന്നുണ്ട്. ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ കിട്ടും. മിക്കവാറും ഇന്നലെയും പിടിച്ചു ഞാൻ മീൻ. എൻ്റെ ആവശ്യത്തിന് കറി വെക്കാനും ഒക്കെ ചിലപ്പോൾ കൂട്ടുകാരൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ആവശ്യത്തിന് മീനും ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ റബ്ബറുണ്ട്, റബ്ബറിൻ്റെ വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ പൈനാപ്പിൾ നട്ടേക്കുകയല്ല. അങ്ങനെയാണ് എൻ്റെ കൃഷി ഇതും എൻ്റെ പഴയ ബിസിനസ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. സർ, ഇപ്പൊ വിദേശത്തായിരുന്നപ്പോ ആന്റി ഇവിടെ തനിച്ചായിരുന്നു. 2 മക്കളെയും വളർത്തി, 3 മക്കളെയും വളർത്തി ഇവിടെ തനിച്ചായിരുന്നു. അപ്പോ സാറിന് എത്രത്തോളം സപ്പോർട്ട് ആന്റിയുടെ കയ്യിൽ നിന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു? ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഇല്ല, ഒത്തിരി അടുത്തല്ലല്ലോ. മാത്രമല്ല മാനസികമായിട്ട് ഇവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെത്താനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. അവരുടെ അമ്മയാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു 2 പേരും. അവരും ഒക്കെ കൂടെ നോക്കി ഒരു കാര്യമായിട്ടൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുപോരുന്നു. വേറെ ഒന്നും എടുത്തു പറയാനായിട്ടുള്ളതില്ല. പിന്നെ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് വലിയ പ്രയാസം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ പൈസ ഒക്കെ ആരോടും കൊണ്ടൊന്നും ഒത്തിരി ശ്രദ്ധിക്കത്തില്ല പൈസയെ പറ്റിയൊന്നും. അതിനൊക്കെ ഫ്രണ്ട്സൊക്കെ വന്ന് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞാൽ ഞാൻ എടുത്ത് കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെത്. അങ്ങനെ അത് പൈസയെല്ലാം തീർന്നു. അങ്ങനെ ഇപ്പൊ പിന്നെ പിള്ളേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിള്ളേർ പറഞ്ഞിട്ട് അമ്മയുടെ പേർക്ക് അയച്ചു കൊടുത്ത പൈസ എൻ്റെ പേർക്കൊന്നും പൈസ വേണ്ട. കാരണം എന്ന് പറയും എൻ്റെ ഈ പൈസ ഇരിക്കത്തില്ല, എന്നാ പിന്നെ അത് അമ്മയുടെ കൊടുക്കാൻ പറയും. അങ്ങനെ കൊടുക്കുക. ഒരു ഹോം മേക്കർ എന്ന നിലയ്ക്ക് ആന്റി എത്രത്തോളം കുടുംബം മാനേജ് ചെയ്ത് ഒത്തിരി സപ്പോർട്ട് ഒത്തിരി സപ്പോർട്ട് ആ രീതിയില്. കാരണം ഞാന് പണ്ട് തൊട്ടേ അങ്ങനെയാ, പൈസയൊക്കെ ഒന്നും ശ്രദ്ധിക്കത്തില്ലെന്ന് വരെയും കുറച്ചേ കൊടുക്കുകയുള്ളൂ. കാരണം എനിക്ക് 2 സിസ്റ്റേഴ്സിനെ പറഞ്ഞു വിടാറുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിയുണ്ട്, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചേ കൊടുക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് പുള്ളി വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങ് ഭംഗിയായിട്ട് കൊണ്ട് നടക്കും. ഇപ്പോ ലതാൻഡിയെ സംബന്ധിച്ച് ലതാൻഡി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്കിള് ആ ഫ്രീ ടൈമില് ഇപ്പൊ ആ സമയത്തൊക്കെ അങ്കിള് തനിച്ചാണെന്ന് അറിയാം. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് അങ്കിളുടെ ഫ്രീ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്? ഇങ്ങനെ ഈ മീൻ കുളത്തിന്റെയും പിന്നെ കുറച്ച് റബ്ബറും ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഈ വെണ്ട, പാവല്, പടവലം, ഇങ്ങനെ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. അതിന്റെ പുറകെയൊക്കെ നടക്കും ഞാൻ. അപ്പൊ സമയം പോകുന്ന അറിയത്തില്ല. പിന്നെ അവളുടെ തന്നെ കുറച്ച് ലവ് ഡക്ക് ഉണ്ട്, ഫ്ലൈങ് ഡക്ക്. അതിനെയൊക്കെ പരിപാലിക്കുന്ന പരിപാടി നമ്മുടേതാ. പുള്ളികളുടെ പേരിൽ കൊണ്ടിടത്തേ ഉള്ളൂ. അതിനെ കൊണ്ടൊക്കെ വളർത്തി അതിന് സമയത്ത് കൂട്ടിക്കയറ്റണം. ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നടക്കും. എന്റെ സമയം അങ്ങ് പോകും. ഇപ്പൊ സന്ധ്യയാവും, അപ്പോഴത്തേക്ക് പുള്ളിക്കാരി അങ്ങ് എത്തും തിരിച്ചു. പിന്നെ കൊച്ചുമക്കള് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇല്ല. അവരൊക്കെ അങ്ങ് അവരുടെ അമ്മ വീട്ടിലാണ്. കാരണം വെച്ചാല് പിള്ളേർക്ക് സ്കൂളിൽ പോകുന്നതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അവരെ രാവിലെ ഒരുക്കിയൊക്കെ വിടണം. അതിനുള്ള കഴിവ് പുള്ളിക്കാരിക്കില്ല. അതുകൊണ്ട് അങ്ങ് വിട്ടു, അവരെ വിട്ടു. അപ്പോ നമ്മള് ഇന്നത്തെ തലമുറ ഇത്രത്തോളം ഇപ്പൊ അങ്കിളും ആന്റിയും ജീവിച്ച ആ ഒരു സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോ, ഇപ്പം ഒരു പ്രവാസിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോ ആന്റി ഇവിടെ നാട്ടില് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ഭംഗിയായിട്ട് കുടുംബം കൊണ്ടുപോയി. അതേപോലെ തന്നെ സിസ്റ്റേഴ്സിന്റെ കാര്യം നോക്കി, അമ്മയുടെ കാര്യം നോക്കി, അങ്ങനെ വളരെ മനോഹരമായി കൊണ്ടുപോയി. ഇപ്പൊ ഇന്നത്തെ തലമുറ, ഇപ്പോഴത്തെ പുതിയ ജനറേഷന് സാറിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സന്ദേശം എന്താണ്? നല്ലൊരു സന്ദേശം അവർ കൊടുക്കാനുള്ള വെച്ചാൽ നമ്മൾ കഴിയുന്നതും നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആ ഒരു ചിന്ത വെച്ച് പ്രവർത്തിക്കാതെ നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട്, വളരെ സ്നേഹം കൊടുക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 50 വർഷം നീണ്ട ഒരു ദാമ്പത്യം ഇപ്പോ എനിക്ക് തോന്നുന്നു സാറും വൈഫും തമ്മില് ഒരു 52 വർഷമായിട്ടുണ്ട്. ഇന്നത്തെ തലമുറയില് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നില്ല. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മളത് സെപ്പറേറ്റഡ് ആവുക അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആവുക, ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ യുവതലമുറയ്ക്ക് ഇത്രയും വർഷം നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സാറിന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു കൊച്ചുപദേശം? അതായത് നമ്മള് രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഒന്നിച്ചായി കഴിയുന്ന ഉടനെ ചിലപ്പോൾ തെറ്റുകൾ കാണും, കുറ്റങ്ങൾ കാണും. കഴിയുന്നതും ക്ഷമിക്കുക. ചെറുതൊക്കെ കണ്ടില്ല എന്ന് വയ്ക്കുക. അങ്ങനെ മുന്നോട്ട് ജീവിക്കുക. അതേ ഉള്ളൂ ചെയ്യാൻ പറ്റാതെ. അല്ലാതെ കണ്ട് എടുത്ത് ചാടി ഉടനെ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണ്ടാരണ്ടൊരു കഥ പറയുന്നിട്ടുണ്ട്, പിന്നെ ഒരരിശത്തിന് ആറ്റിച്ചാടിയാൽ 10 അരിശം വന്നാലും കയറാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ. അങ്ങനെയുള്ളൂ. അതുകൊണ്ട് കഴിയുന്ന അത്രയും
പിന്നെ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോകുക. അത്രയും. സാറിനെ സംബന്ധിച്ച് ആന്റി മാത്രമല്ല വീട്ടിലുള്ളത്, 2 മക്കളെന്ന് തന്നെ പറയാം. പിന്നെ ഒരു മകള് ഉണ്ട്. പുള്ളിക്കാരി ബാംഗ്ലൂരാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ 3 പെൺമക്കള് എത്രത്തോളം അങ്കിളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, എത്രത്തോളം അങ്കിള് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പൊ പ്രായമാവുന്നതിന് മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു സോണി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോ കാര്യങ്ങളിലും അങ്കിളിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നേക്ക് അവര് സപ്പോർട്ട് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. കാരണം ഞാൻ എപ്പോഴും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടായാലും വീട്ടില് അവള് ഇവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതിന് ശേഷം അവളി ഡിഗ്രിക്ക് പോകുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 4 മണി 5 മണിയാകുന്ന ഉടനെ കാറും കൊണ്ടുപോയി ഇതിനെ വിളിച്ചുകൊണ്ട് വരും. അത് മഴക്കാലമാണെങ്കിൽ പിന്നെ ഉടനെ ഓടി ഞാൻ. അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്റെ മൂത്ത മോളായിട്ട് തന്നെയാണ് അവളെ കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും അത് തന്നെ. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവൾ എന്നോട് വിളിച്ചു പറയത്തില്ല, അമ്മയോട് പറയത്തില്ല. ഇപ്പോഴും എന്നെ വിളിക്കും. അപ്പ ഇന്ന പോലെ കാര്യം എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു ചെയ്യും. പിന്നെ വെടയെ വേണ അങ്ങാ മസ്കറ്റില്ല, ഭർത്താവിന്റെ കൂട്ടത്തിൽ തന്നെയാണ്. അത് കാരണം വിളിക്കത്ത് വല്ലപ്പോഴും ഒക്കെ വിളിച്ചു വർത്താനൊക്കെ പറയുമെന്നല്ലാണ്ട് കുഞ്ഞുങ്ങളെ കാണിക്കുമെന്നല്ലാണ്ട് കൂടുതലായിട്ട് മറ്റുള്ള പുള്ളിക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. രജനി അങ്കിളുടെ മകള് ഇപ്പൊ ബാംഗ്ലൂർ ആണല്ലോ സെറ്റിൽഡ് ആണ്. അപ്പം ഇടയ്ക്ക് വരുമ്പോ എങ്ങനെയാണ് ആന്റി അങ്കിളും എല്ലാവരും സന്തോഷമുള്ളൂ. കാരണം അവൾക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചാൽ നമുക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മോള് തന്നെയല്ലേ അവള്, ഉപേക്ഷിക്കാൻ പറ്റുകയല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം സഹിച്ചിട്ടാ തിരിച്ചു കൊണ്ടുപോകാം. ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ ആദ്യമൊക്കെ വേണ്ട പോകത്തില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ പിന്നെ ഞങ്ങൾ ആലോചിച്ചു പറഞ്ഞു അത് ശരിയല്ല, അവള് നമ്മൾ ഉപേക്ഷിച്ചാൽ പിന്നെ എല്ലാ വിധത്തിലും അത് നഷ്ടപ്പെട്ടു പോകും. അത് കഴിഞ്ഞ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അവളുടെ വിവാഹം നടത്തി. ഇവിടെ വെച്ച് ഞങ്ങളുടെ വണ്ടി വെച്ച് നടത്തി. പിള്ളേരുടെ 2 പേരുടെയും മാമോദീസ നടത്തി. അവന്റെ ഇവിടെ ബാപ്റ്റിസം ഇവിടെ നടത്തി. എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് അവരെ അങ്ങനെ തിരിച്ചങ്ങോട്ട് വിട്ടെ. അപ്പൊ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ മക്കള് തന്നെയായിട്ട് മാറി. എല്ലാവരും അവനും കുടുംബവും എല്ലാം ഞങ്ങളുടെ മക്കള് തന്നെയാണ്. ഇന്നത്തെ കുടുംബ പശ്ചാത്തലത്തില് പലതരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തില് ഒരു ചെറിയ പ്രശ്നം വരുമ്പോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മള് പരസ്പരം പറഞ്ഞു തീർക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ഉള്ള നമ്മുടെ ഈ സാറ് എപ്പോഴെങ്കിലും ഇത്രയുമൊക്കെ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുടുംബത്തെ മൊത്തമായി തന്റെ ചുമലിലേറ്റ് നടത്തിയ ആന്റിയോട് എപ്പോഴെങ്കിലും ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. താങ്ക്സ് പറയാനാണെന്നില്ല, അതിനെ നേരമുള്ളൂ. കാരണം അത്രമാത്രം ഞങ്ങളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. വളരെ ഒറ്റയ്ക്ക് ഇവിടെ കഷ്ടത അനുഭവിച്ചും ഒക്കെ ഇരിക്കുന്ന സമയത്തും കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു വ്യക്തിയാവും. അപ്പൊ അതുകൊണ്ട് താങ്ക്സ് മാത്രമല്ല, ഞങ്ങളങ്ങനെ താങ്ക്സ് ആയിട്ട് പറയുന്നില്ല. കാരണം അവൾ എന്റെ സ്വന്തമാണ്. അവൾക്ക് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. അതിന് പകരം ഞാൻ എന്താ ചെയ്യണമെങ്കിൽ അടുത്തേലും കെട്ടിപ്പിടിക്കുമ്പോൾ കൊടുക്കും. ഇതാണ് കൂടുതൽ ചെയ്യുന്നത്. അങ്കിള് പറഞ്ഞ ഈ ഒരു മെസ്സേജ് പലപ്പോഴും നമ്മള് ആരും താങ്ക്സ് പറയാറില്ല. പ്രത്യേകിച്ച് മക്കൾ അമ്മയോട് ഒരു താങ്ക്സ് പറയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ഒരു താങ്ക്സ് പറയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ അങ്കിള് പറഞ്ഞ ഈ ഒരു കാര്യം അത് ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക്സ് പറഞ്ഞില്ലെങ്കിലും ഞാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കുക. ഇന്ന് നമ്മുടെ സമൂഹത്തില് പലപ്പോഴും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യങ്ങള്, ഒരു പക്ഷെ അത് പലരും വളർന്നു വന്ന ഒരു കുടുംബ സാഹചര്യത്തിന്റെയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു മെസ്സേജ് ഇന്ന് ലോകം മുഴുവൻ കേൾക്കണമെന്ന് ഞാൻ പറയുന്നു. അതേപോലെ തന്നെ ഇതൊരു വലിയൊരു മെസ്സേജ് ആണെന്ന് മനസ്സിലായി. കാരണം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് നമ്മുടെ കുടുംബം. അവിടെ ഏറ്റക്കുറച്ചിലുണ്ടാകാം, പക്ഷെ അതെല്ലാം നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ഭാര്യനെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ സഹോദരിയെ ചേർത്ത് പിടിക്കുക, അമ്മയെ ചേർത്ത് പിടിക്കുക. അപ്പോ അത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരിക്കും. അപ്പോ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ ടോക്ക് ഷോയില് പങ്കെടുത്ത സാറിന് ഒത്തിരി നന്ദി. നമുക്ക് വീണ്ടും കാണാം.